അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു എക്സൈറ്റഡ് വ്ളോഗാണ്. ഇന്ന് എൻ്റെ കസിൻ്റെ മാരേജ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കസിൻ എന്ന് പറയുമ്പോൾ എൻ്റെ വാപ്പയുടെ ബ്രദറിൻ്റെ മോളാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ഫാമിലി മെമ്പേഴ്സ് വെച്ച് ഒരു ചെറിയ ഹൽദി ഫംഗ്ഷനാണ് ഇന്ന്. അപ്പോൾ വി ആർ സോ എക്സൈറ്റഡ്. അപ്പോൾ മൊത്തത്തിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കും. ഫംഗ്ഷൻ വീട്ടിൽ വെച്ചായതുകൊണ്ട് തന്നെ നമ്മളൊരു ഉച്ചയ്ക്കായപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയി. അവിടെ കൊച്ചാടെ വീട്ടിൽ ഇതാണ്ട് നമ്മൾ പുതിയോണ്ട് മൈലാഞ്ചി ഇടുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഓൾമോസ്റ്റ് 2 days എടുത്തു ഈ ഹാൻഡ് ഫുള്ള് കവർ ചെയ്യാനെന്ന് അവൾ പറഞ്ഞത്. പക്ഷേ സൂപ്പറായിട്ട് മെഹന്തി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് ഒരു 4 o'clock അടുപ്പിച്ച് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങി. ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ കൊച്ചാടെ വീട്ടിൽ വെച്ച് നമ്മൾ ഏറ്റവും അടുത്ത ഫാമിലി മെമ്പേഴ്സ് വെച്ച് ചെറിയൊരു ഫങ്ഷൻ അതായിരുന്നു. അപ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഡെക്കറേഷൻ ആയിരുന്നു. നമ്മൾ തന്നെയായിരുന്നു ഡെക്കറേഷനൊക്കെ ചെയ്തിരുന്നത്. നമ്മുടെ ബ്രൈഡ് ഇതാ ഹൽദിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ മുഖം ഇതിൻ്റെ കാണിക്കരുതെന്ന്. അവളുടെ മുഖം കാണിക്കാതെ ഞാൻ ഇങ്ങനെ ഹൽദി വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത് ഗൈസ്. സോറി ഭീമ. കുട്ടീസെല്ലാം ഒരേ വൈബിലായിരുന്നു, അടിച്ച് പൊളിച്ച്. നമ്മൾ സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുട്ടീസ് മുൻപന്തിയിലുണ്ടായിരുന്നു. എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. നമ്മുടെ പുതിയ ഓണിൻ്റെ ഉമ്മയും വാപ്പയും, അതായത് എൻ്റെ കൊച്ചായും കുഞ്ഞായും. ഭീമയുടെ കല്യാണത്തിന് മുമ്പ് ഒരു ഫാമിലി ഗെറ്റ് ടുഗദറും ചെറിയ രീതിയിൽ ഭീമാക്കൊരു മധുരം വെപ്പും. അതാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ കൊച്ചായും കുഞ്ഞായും തന്നെ മധുരം കൊടുപ്പ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങോട്ടങ്ങോട്ട് പോയപ്പോൾ മധുരം വെപ്പ് ഭീമാക്ക് ഒരു പാരയാവുന്ന രീതിയിലായിരുന്നു. ഭീമാക്ക് കൊടുക്കാതെ കഴിച്ചവരും ഉണ്ട്, ഭീമാക്ക് ചോറ് വാരി കൊടുക്കും പോലെ കൊടുത്തവരും ഉണ്ടായിരുന്നു. ഇവനാണ് ഭീമാടെ പൊന്നാങ്ങള, ഭീമാടെ സ്വന്തം അക്കൂക്ക. അക്കൂക്കയുടെ ഡാൻസ് ഉണ്ടായിരുന്നു അവിടെ. ആ ഡാൻസ് വീഡിയോ വേണ്ടുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതാണ് എൻ്റെ വാപ്പ. വാപ്പാക്ക് ഭീമാട്ടോടുള്ള സ്നേഹം ആ വാരിക്കൊടുക്കുന്നതിലൂടെ കാണുന്നില്ലേ? ഭീമാടെ അവസ്ഥയോട്ട് എനിക്ക് സങ്കടം തോന്നിയിരുന്നു. പാവം പെട്ടുപോയൊരവസ്ഥയായിരുന്നു. 2 ദിവസത്തേക്ക് അവൾക്ക് ഒന്നും കഴിക്കണ്ട. അതേപോലെ ഈ ഫംഗ്ഷൻ എത്താൻ പറ്റാത്ത നമ്മുടെ കസിൻസൊക്കെ ഉണ്ട്, എൻ്റെ ഇത്ത ഉണ്ട്. അവരെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. അവരായിരിക്കും ഈ ഒരു ഇത് കൂടുതലും മിസ് ചെയ്തിട്ടുള്ളത്, നമ്മളെക്കാൾ കൂടുതൽ.
ഇവരൊക്കെ മിണ്ടായിരിക്കുന്ന എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇവരൊക്കെ വൈകുന്നേരം മുതൽ കാര്യങ്ങൾ പറഞ്ഞ് ടയർഡായിരിക്കുന്നവരാണ്. മാഷാഅല്ലാഹ് എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്ത്. ഫാമിലി എല്ലാം കൂടെ കൂടുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, ഫുൾ ഓൺ എനർജറ്റിക് ആയിരിക്കുമല്ലോ. പിന്നെന്താ, മധുരം കൊടുക്കലൊക്കെ കഴിഞ്ഞതാ, മെഹന്തി ഇടലൊക്കെ നടക്കുന്നുണ്ട്. നല്ല രസമാണ് എല്ലാവരും കൂടെ. മാഷാഅല്ലാഹ് അതൊരു പ്രത്യേക വൈബാണ്. അല്ലു മൈലാഞ്ചി ഇട്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വേണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് ഇട്ട് തരാമെന്ന്. ബാക്കി അങ്ങനെ അടങ്ങി നിൽക്കുക. ഹൽദിക്കും യെല്ലോ ഡ്രസ്സ് ഇടാൻ കിട്ടിയില്ലെന്നും പറഞ്ഞ് ഒരു പൂരം കഴിഞ്ഞിട്ട് നിൽക്കുക. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്ന് വിശപ്പവും പൊറോട്ടയും ഒക്കെ ഉണ്ടായിരുന്നു. അറിയാമല്ലോ, പൊറോട്ട എനിക്കൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ നമ്മൾ പൊറോട്ടയും ബീഫുമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കേക്ക് മുറിക്കുകയും ചെയ്ത്. പക്ഷേ കേക്ക് നമ്മൾ തീർത്തു കേട്ടോ. അതിൻ്റെ ബോർഡാണ് കാണുന്ന. ഇതാണ് എൻ്റെ വാപ്പാടെ പെങ്ങന്മാർ. എൻ്റെ വാപ്പ 7 പേരാണ്. അതിൽ 3 പെണ്ണും 4 ആണുമാണ്. അതിൽ 3 സിസ്റ്റേഴ്സാണ് ഈ കാണുന്നത്. മെഹന്തി ഇടൽ ഇവിടെ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.